അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റമദാൻ മുബാറക്. നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴും ദീനപരമായ കാര്യത്തിൽ വരുന്ന ഒരു സംശയമാണ്, ദീനിന്റെ കാര്യത്തിൽ നമ്മളെവിടെയാണ്? നമ്മുടെ മുന്നിൽ പലരും നമ്മളെക്കാൾ കൂടുതലുണ്ടെന്ന് തോന്നിപ്പിക്കും വിധം സംസാരിക്കും, പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചില സമയത്ത് നമുക്ക് തോന്നിപ്പോവും ദീനൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല, എനിക്ക് പറ്റില്ല എന്ന്. സത്യത്തിൽ വേർ വി ഡ്രോ ദ ലൈൻ ബിറ്റ്വീൻ ദീൻ ആൻഡ് ലൈഫ്, എങ്ങനെ അതിനെ നമ്മൾ ബാലൻസ് ചെയ്യും? ഇതെപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നാറുള്ള ഒരു കാര്യം. ഇസ്ലാമിൽ രണ്ടിനെയും ഒന്നിച്ചു കൊണ്ടുപോകണം. ദീനിലുള്ള നിയമങ്ങളും സംവിധാനങ്ങളും എല്ലാം നമ്മുടെ നിത്യജീവിതത്തിന്റെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും വേണ്ടി എഴുതപ്പെട്ടതാണ്. അതെങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും? എല്ലാവർക്കും എല്ലാം ഒരുപോലെ മനസ്സിലാവണം, ഉൾക്കൊള്ളണം എന്നില്ല. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ അങ്ങനെ തന്നെയാണ്. ഒരു കുടുംബത്തിൽ തന്നെ ഓരോരുത്തരും പല നിലയിലായിരിക്കും. ദീൻ ഉൾക്കൊള്ളുന്നത് ഭർത്താവും ഭാര്യയും മക്കളും പേരൻസും ഓരോ കുട്ടികളും തമ്മിൽ തന്നെ മനസ്സിലാക്കുന്നതും ഉൾക്കൊള്ളുന്നതും പല നിലയിലായിരിക്കും. അള്ളാഹു പറയുന്നത് എന്താ? ഫത്തഖുല്ലാഹ മസ്തതഅതു, നിങ്ങൾക്ക് സാധ്യമാവും വിധം അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കൂ എന്നാണ്. ഒന്ന് വിട്ടുപോയി അല്ലെങ്കിൽ ചെയ്തില്ല, അതുകൊണ്ട് ഇനി ഞാൻ അടുത്തത് ചെയ്തിട്ട് എന്തിനാ എന്ന് ചിന്തിക്കരുത്. നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടി ഞാനും ഒരു ഉദാഹരണം പറയാം. നമ്മുടെ രണ്ട് കണ്ണുകൾക്ക് നേരെ രണ്ട് സർക്കിൾ സങ്കല്പിക്കുക. ഇത് ഞാൻ സ്വന്തം ഉണ്ടാക്കിയ ഉദാഹരണമാണ്, അതിന് സനത് നോക്കി പോകണ്ട. റൈറ്റ് സൈഡിലുള്ള കണ്ണിന് മുകളിൽ ഉള്ള സർക്കിള് ദീന്, നമ്മുടെ വിശ്വാസം, ആരാധന, നിർബന്ധമാക്കപ്പെട്ട ബാധ്യതകൾ. ഈ സർക്കിൾ വളരെ സ്ട്രോങ് ആവണം, വളരുക എന്നല്ലാതെ ഇത് ചെറുതായി പോകരുത്. ലെഫ്റ്റ് സൈഡിലുള്ള സർക്കിൾ ദുനിയ, നമ്മുടെ ജീവിതം. നമ്മൾ ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ ഓരോ ഒറ്റ സർക്കിൾ മാത്രം, പക്ഷെ പിന്നീട് അത് രണ്ടായി വളരുന്നു. ദുനിയ സർക്കിള് ഒരുപാട് വലുതാവുന്നു, അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ നമ്മുടെ ജീവിത ലക്ഷ്യം എന്താ? ഈ ദുനിയാ സർക്കിളിൽ നിന്ന് പതുക്കെ പതുക്കെ ഓരോന്നും മനസ്സിലാക്കി ദീൻ സർക്കിളിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങളാണ് ദീനുള്ള എല്ലാം. നമ്മൾ അത് മനസ്സിലാക്കി ചെയ്താൽ നമ്മുടെ ദുനിയാവും ദീനും ഒന്നായി മാറും. ഉദാഹരണം, ഓരോ കുട്ടിയും വളർന്ന് അതിൻ്റെ എല്ലാ ഘട്ടത്തിലെ ജീവിതവും, സ്കൂള്, കോളേജ്, അത് കഴിഞ്ഞുള്ള വിവാഹം, ജോലി എല്ലാം നമ്മൾ എങ്ങനെ വേണം എന്നും മറ്റും നമുക്ക് പാഠങ്ങളുണ്ട് അല്ലേ? പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ച സുന്നത്തുകളാണ്: ഉറങ്ങുമ്പോൾ വലതുവശം ചെരിഞ്ഞു കിടക്കുക, കമഴ്ന്ന് കിടക്കരുത്, കിടക്കുന്നതിന് മുന്നേ ബെഡ്ഷീറ്റ് കൊട്ടിക്കിടക്കണം, രാത്രി ഭക്ഷണപാനീയങ്ങൾ മൂടി വെക്കുക, ഓരോ ഭക്ഷണത്തിന് ശേഷം പല്ല് തേക്കുക. ഇത് നമ്മൾ ചെയ്യാറുള്ളതാണ്. പക്ഷേ മനസ്സിലാക്കി ദിവസവും ചെയ്താൽ അത് ദീന ഉൾക്കൊണ്ട ജീവിതമായി മാറി. ഇതിലെവിടെയാണ് പ്രയാസവും കോംപ്ലിക്കേഷനും ഉള്ളത്? എല്ലാവർക്കും എല്ലാ സമയവും അനുയോജ്യമാവണമെന്നില്ല. കാറ്റുള്ളപ്പോൾ പാറ്റണമെന്ന് നമ്മൾ പറയാറില്ല. സ്ട്രൈക്ക് വൈൽ ദ അയൺ ഈസ് ഹോട്ട്. നമ്മൾ കാണാറില്ലേ, റമദാൻ സമയം എല്ലാവരും വളരെ ആക്റ്റീവാണ്. ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള സമയമാണത്. ഇത് അള്ളാഹുമായി അടുക്കാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ പറ്റാത്ത സമയം നമുക്ക് കുഴപ്പമില്ല. നമുക്ക് എന്ത് കഴിയും എന്ത് കഴിയില്ല എന്ന് അള്ളാഹുവിന് നന്നായിട്ട് അറിയാം. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ, മതകാര്യത്തിൽ യാതൊരുവിധ പ്രയാസവും നമുക്ക് മേലെ ഇല്ല എന്ന് അള്ളാഹു പറയുന്നു. നമ്മൾ ചെയ്യുന്നതെല്ലാം നമുക്ക് വേണ്ടി മാത്രമാണ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിന്